വയലാർ മത്സരിച്ചത് തൻ്റെ സമാന മനസ്കരും പിന്നെ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരുമായ പി ഭാസ്കരൻ്റെ ഒ എൻ വി ആയിട്ടാണ്. ഭാസ്കരൻ മാഷ് മത്സരിച്ചത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച വയലാറും ഒ എൻ വി ആയിട്ടാണ്. ഒ എൻ വി മത്സരിച്ചത് പി ഭാസ്കരനും വയലാറിനുമായിട്ടാണ്. പക്ഷേ ഞാൻ മത്സരിച്ചത് എൻ്റെ ഗുരുക്കന്മാരുമായിട്ടാണ്. ഒറ്റ വാക്കി പറയാം, യേശുദാസൻ്റെ കണ്ഠത്തിൽ ദൈവം ഒന്ന് തൊട്ടു. ഈ കവിത ജനിക്കുന്നത് ആഹ്ലാദത്തിൽ നിന്നല്ല, ദുഃഖത്തിൽ നിന്നാണ്. നിർമ്മിച്ച കൈകളാൽ തന്നെ നിൻ പൊന്മകൻ പിന്നെ ആ പൂക്കളം വായിച്ചു. ഉണ്ണിതൽ സ്ഥാനത്ത് നീയായി പൂക്കളം എൻ നഷ്ട യൗവനമായി. ഇതുപോലെയാണ് നീ എൻ്റെ യൗവനം തകർത്തത്. എല്ലാ പ്രേക്ഷകർക്കും ആദ്യം തന്നെ ഓണാശംസകൾ. ഇന്ന് നമ്മോടൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ മലയാളികൾക്ക്, ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഒരു മുഖവുര ആവശ്യമില്ലാത്ത അതുല്യ പ്രതിഭയാണ്. മലയാളമെന്ന് കേൾക്കുമ്പോൾ, കേരളമെന്ന് കേൾക്കുമ്പോൾ, ഓണമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരുപാട് ഹൃദ്യമായ ഗാനങ്ങളുണ്ട്. ആ ഗാനങ്ങൾ കേൾക്കാതെ ഒരു ഓണക്കാലവും നമ്മെ വിട്ടുപോകില്ല. കാരണം ഏതൊരോണം വന്നു കഴിഞ്ഞാലും ആ ഓണത്തിൻ്റെ ഓളങ്ങളിൽ ആ ഹൃദ്യമായ ഗാനങ്ങളൊക്കെയും നമ്മളിങ്ങനെ തഴുകിക്കൊണ്ടേയിരിക്കും. അതിൻ്റെയൊക്കെയും സൃഷ്ടികർത്താവായിട്ടുള്ള പെരുന്തച്ഛനായിട്ടുള്ള ശ്രീകുമാരൻ തമ്പിസാറാണ് നമ്മോടൊപ്പം ചെയ്യുന്നത്. സാർ, ആദ്യം തന്നെ നമസ്കാരം, ഓണാശംസകൾ നേരുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഓണം എന്ന് കേൾക്കുമ്പോൾ സാറിൻ്റെ ഒരു പാട്ട് കേൾക്കാത്ത മലയാളി ഉണ്ടാവില്ല. അത് കേരളത്തിൽ തന്നെ ആകണമെന്നില്ല, ലോകത്ത് എവിടെ മലയാളികളുണ്ടോ അവരൊക്കെയും ആ പാട്ട് കേൾക്കും, ആ പാട്ട് മൂടും. അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ ആ ഒരു ഓർമ്മകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സാറിൻ്റെ കുട്ടിക്കാലം, സാറിൻ്റെ ബാല്യം, യൗവനം, അങ്ങനെ ആ ജീവിതത്തിൻ്റെ ആ ഒരു യാത്രയിൽ ഉടനീളം ഓണം അത്രമേൽ സ്വാധീനിച്ചിട്ടുണ്ടല്ലേ? ഓണം എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളികളിലും ഗൃഹാതുരത്വ ഉണർത്തുന്ന ഒരു ഉത്സവമാണ്. അതെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുമ്പോൾ കുറച്ച് സന്തോഷവും ഒരുപാട് ദുഃഖവും നിറഞ്ഞ ഓർമ്മകളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ, എൻ്റെ ഓണപ്പാട്ടുകളിലും എൻ്റെ മറ്റ് രചനകളിലുമൊക്കെ അത് കാണാം. കാരണം ദുഃഖത്തിൻ്റെ കടലിൽ നിന്ന് സന്തോഷത്തിൻ്റെ മുത്തുകൾ വാരിയെടുക്കണം നമ്മൾ. ദുഃഖത്തിൻ്റെ കടലിൽ നിന്ന് ആഹ്ലാദത്തിൻ്റെ മുത്തുകൾ വാരിയെടുത്ത ഒരാളാണ് ഞാൻ. അതെ. ദുഃഖത്തിൻ്റെ കടലാണ് സത്യം. ഇത് പലർക്കും അറിയില്ല. കാരണം ഒരു വലിയ ജന്മകുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്, വലിയ ജന്മകുടുംബത്തിൽ. അതെ, ഹരിപ്പാട്ട് ഒരു വലിയ. പക്ഷേ എൻ്റെ പ്രായമായി ഞാൻ സ്കൂളിലെത്തിക്കഴിഞ്ഞപ്പോൾ, ഹൈസ്കൂളിലെത്തുമ്പോൾ ഫീസ് കൊടുക്കാൻ പൈസ ഇല്ല. അത് നെല്ലും തേങ്ങയും മാത്രമാണ് നമ്മുടെ വരുമാനം. അത് നെല്ലിന് വലിയ വിലയൊന്നുമില്ല. കുറച്ച് നെല്ല് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആഹാരം കഴിക്കാനുള്ളത് കിട്ടും. അത്ര പഴയ പ്രതാപമൊക്കെ പോയി. അതെ അതെ. അന്ന് ഇന്നത്തെ പോലെയല്ല. 6ാം ക്ലാസ് മുതൽ 6ാം സ്റ്റാൻഡേർഡ് മുതൽ ഫീസ് കൊടുക്കണം ഗവൺമെൻറ് സ്കൂളുകളിൽ. 6ാം സ്റ്റാൻഡേർഡ് മുതൽ. അതെ അതെ. 6, 7, 8 1.5 രൂപ, അല്ല 3 രൂപ. 6, 8, 9, 10, 11. അന്ന് SLC 11. 8, 9, 10, 11 6 രൂപ ഫീസാണ്. ഒരു പറ നെല്ലിന് 1.5 രൂപയെ കിട്ടും. അപ്പോൾ ഒരു മാസം ഫീസ് കൊടുക്കണം, 6 പറ നെല്ല് വിൽക്കണം. എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ ഞാനും പഠിക്കുമ്പോൾ ഞങ്ങൾ 2 വർഷത്തെ വ്യത്യാസം പഠിച്ചത്. അപ്പോൾ ഹൈസ്കൂൾ ഞാൻ 9ലെത്തി, കൊച്ചേട്ടൻ 11ലായപ്പോൾ ഒരു മാസം 8 പറ നെല്ല് വിൽക്കണം. അതെ, ഞങ്ങളുടെ ഫീസ് കൊടുക്കാൻ വേണ്ടി മാത്രം. അപ്പം ഈ കാലഘട്ടം ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാലഘട്ടമാണ്. അപ്പം അങ്ങനെയാണ് ഓണം വരുന്നത്. അപ്പോൾ ഓണം വരുമ്പോഴെന്താണ്, ഓണത്തെക്കുറിച്ച് ഇപ്പോൾ എന്ന് ഓർമ്മിക്കുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് കൂടി വരുന്നത് അമ്മയുടെ മുഖമാണ്. കാരണം വളരെ വലിയ കുടുംബത്തിൽ ജനിച്ചിട്ടും എൻ്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നത് കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് അമ്മയുടെ ദുഃഖം. അവർ വിഷമം അമ്മയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്ത് ചെയ്യുമ്പോൾ ശരിയല്ല, അമ്മയുടെ മുഖത്ത് ഓണം വന്നു കഴിഞ്ഞാൽ, അത്തം തുടങ്ങിക്കഴിഞ്ഞാൽ അമ്മയുടെ മുഖത്തുള്ള വികാരം സ്ഥായിയായ ദുഃഖമാണ്. കാരണം ഞങ്ങൾ കുട്ടികളാണ്, ഞങ്ങൾ പല മോഹങ്ങളുണ്ട്. പുതിയ ഷർട്ട് വാങ്ങിക്കണം, അതെ അതെ, അതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളിലപ്പോഴാണ്.
പുതിയ പലഹാരങ്ങൾ ഉണ്ടാക്കണം. അതൊക്കെ അമ്മ പലഹാരങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കും. എല്ലാം ഉപ്പേരി, ശർക്കര അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഈ നല്ല ഉടുപ്പുകൾ വാങ്ങിച്ചു തരാനൊക്കെ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ വാങ്ങിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകുടുംബ വ്യവസ്ഥ അനുസരിച്ച് വന്ന കുടുംബമാണ്, മാറിയതാണ്. അപ്പോൾ ആ കുടുംബം ഞങ്ങളുടെ ശാഖ ഒഴിച്ച് ബാക്കി എല്ലാവരും വലിയ പണക്കാരാണ്. ഞങ്ങളുടെ ബന്ധുക്കൾ മറ്റ് വീടുകളിലെ കുട്ടികൾ സിൽക്ക് ഉടുപ്പിട്ട് നടക്കുമ്പോൾ ഞങ്ങൾ കൈത്തറി ഷർട്ടിട്ടാണ് നടന്നത്. പക്ഷേ ആ കൈത്തറി കൊണ്ട് പ്രയോജനമുണ്ടായി. അപ്പോൾ ഈ കാലഘട്ടം അപ്പം നമ്മുടെ ഇന്നും ഞാൻ എത്ര വളർന്നാലും ആ ബാല്യവും കൗമാരവും എന്നെ വിട്ടുപോകില്ല. ഇപ്പോൾ സാറ് കൈവയ്ക്കാത്ത മേഖലകളില്ല. ഈ കവിത, ഗാനരചന, സിനിമ സംവിധാനം, തിരക്കഥ, നിർമ്മാണം. അപ്പോൾ ഈ മേഖലകളിലൊക്കെ എത്തി ഇന്ന് നമ്മൾ കാണുന്ന, നമ്മൾ ആരാധിക്കുന്ന ആ ശ്രീകുമാരൻ തമ്പി എന്നുള്ള ഒരു വ്യക്തിയെ ഈ ഒരു കുട്ടിക്കാലവും ഈ ഓണക്കാലവും ഈ ഓർമ്മകളും അത്രത്തോളം സഹായകരമായിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. അതായത് ഞാൻ എൻ്റെ കവിയെ ഉണർത്തിയത് ഈ പശ്ചാത്തലമാണ്. കാരണം എല്ലാം ഉണ്ടായിട്ടും അനുഭവിക്കാൻ കഴിയാത്ത ഒരു ജീവിതം, അമ്മ അനുഭവിക്കുന്ന ദുഃഖം, അമ്മയുടെ ബന്ധുക്കളുടെ അകൽച്ച, അമ്മയുടെ ദുഃഖത്തെ അവർ കാണുന്നില്ല, ആ ദുഃഖം കുറയ്ക്കാൻ ഒന്നും ശ്രമിക്കുന്നില്ല. അച്ഛൻ ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾ, വലിയ ജന്മിയാണ്, പക്ഷെ അനന്തരവോടാണ് കൂടുതൽ സ്നേഹം. പഴയ മരുമക്കത്തായ മക്കൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അന്യരാണ്. സ്വന്തം എന്ന് പറയുന്ന അനന്തരവളാണ്, പെങ്ങളുടെ മോളാണ്. അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ആണ് ഞങ്ങൾ വളരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പിൽക്കാലത്ത് സ്വന്തം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് എഴുതാൻ കഴിഞ്ഞത്. ഈ സ്വന്തം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് എഴുതുമ്പോൾ എനിക്ക് 35 വയസ്സേ ഉള്ളൂ. വാർദ്ധക്യത്തിൽ എഴുതല്ല, 35 വയസ്സേ എഴുതും. പക്ഷെ അത് 12 വയസ്സിലെ മനസ്സിൽ തോന്നിയതാണ്. ബന്ധുവാര്, ശത്രുവാര്, അങ്ങനെയുള്ള 12 വയസ്സേ അത് മനസ്സിൽ വിത്തായി കിടന്ന് പിന്നെ മുളച്ചത് 35 വയസ്സെന്നുള്ളേ ഉള്ളൂ. സ്വന്തം എന്ന പദത്തിന് എന്താ അർത്ഥം? ഞാൻ സ്വന്തമായിട്ട് എന്താ കാര്യം? അപ്പോൾ ബന്ധുവാര്, ശത്രുവാര്, ബന്ധനത്തിൻ നോവറിയൂ കിളിമകളെ പറയൂ, അരങ്ങത്ത് ബന്ധുക്കൾ, അവർ അണിയറയിൽ ശത്രുക്കൾ, പുറമേ പുഞ്ചരിയുടെ പൂമാല എറിയുന്നു, അകമേ കുടിപ്പകയുടെ തീജ്വാലുകൾ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു സാർ ആ കാലത്തേക്കാളും ഇപ്പോഴാണ് തോന്നുന്നു ആ വരികൾക്ക് കൂടുതൽ അർത്ഥം. അതെ, കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഈ വികാരങ്ങൾ നമ്മുടെ മനസ്സിൽ ഘനീഭവിച്ച് കിടക്കും. ഘനീഭവിച്ച് കിടന്ന് നമ്മൾ ജീവിതത്തിൽ ആ ദുഃഖങ്ങളിൽ നിന്നൊക്കെ മോചിതനായി നമ്മൾ അന്ന് സ്വപ്നം കാണാൻ പോലും പറ്റാതിരുന്ന അവസ്ഥയിലെത്തുകയും ചെയ്യുമ്പോൾ പലരും പറഞ്ഞ് മറക്കുമെന്നില്ല, മറക്കില്ല, അത് കൂടുതൽ ഓർമ്മിക്കും. കൂടുതൽ ഓർമ്മിക്കും. ആ കുട്ടിക്കാലത്ത് നമുക്കുണ്ടായ ഓർമ്മകളൊക്കെ. അപ്പോൾ ഈ ഓർമ്മകൾ നമ്മൾ പെടുമ്പോൾ അപ്പോഴാണ് ഈ സ്വന്തം എന്ന വാക്കിൻ്റെ അർത്ഥം, ബന്ധുവാര, ശത്രുവാര തുടങ്ങിയ പാട്ടുകളുണ്ടാകുന്നത്. അതൊക്കെ അനുഭവത്തിൽ നിന്നാണ്. അനുഭവത്തിൽ എൻ്റെ തത്വചിന്താപരമായ എല്ലാ ഗാനങ്ങളും അനുഭവത്തിൽ നിന്നാണ്. അപ്പോൾ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിഴൽ മാത്രം വരും, സുഖപെരുന്നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. ഇതെൻ്റെ അനുഭവം പഠിപ്പിച്ചതാണ്. സുഖം എനിക്ക് പ്രശസ്തിയായി കഴിഞ്ഞപ്പോൾ വിരുന്നുകാരെ പോലെ ഒരുപാട് പേര് വന്നു, സുഖം. അത് കഴിഞ്ഞ് പക്ഷേ ശാശ്വതമായി ഉണ്ടായിരുന്ന ദുഃഖമാണ്. അത് ഒരു കവി എന്ന നിലയിൽ ഞാനത് തിരിച്ചറിയുന്നു. അതുകൊണ്ട് അതാണ് എൻ്റെ കവിതകളിലും രചനകളിലും പ്രതിഫലിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച, ഇപ്പോൾ മാതൃഭൂമി തന്നെ പുസ്തകമാക്കിയ ജീവിതം ഒരു പെൻഡിൽ ആത്മകഥയിലുണ്ട്, വിശദമായിട്ട്. ജീവിതം ഒരു പെൻഡിൽ എന്നുള്ള ആത്മകഥ വായിച്ച് എല്ലാം വിശദമായിട്ടുണ്ട്. വളരെ എങ്ങനെ ജീവിതം എന്തായിരുന്നു, അനുഭവങ്ങൾ എന്തായിരുന്നത്. പക്ഷേ അതേ സമയത്ത് ആ ബാല്യകൗമാരങ്ങളുടേതായ സ്വപ്നങ്ങൾ, കൂട്ടുകാരുമൊത്ത് കളിക്കുക, പൂ നുള്ളാൻ പോവുക, അതിനൊന്നും ചിലവില്ലല്ലോ, പണം വേണ്ടല്ലോ. അപ്പോൾ പൂ നുള്ളാൻ പോവുക, എല്ലാവരും കൂടെ കുഴിപ്പന്ത് കളിക്കുക, അതൊക്കെ നമ്മുടെ പിന്നെ തലപ്പന്തെന്നൊരു കളിയുണ്ട് ഞങ്ങളുടെ ഭാഗത്ത്. ഓണാട്ടുകര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ മധ്യതിരുവിതാംകൂറിലെ ഒരു പ്രദേശമാണ്, ഒരു മേഖലയാണ്. അപ്പോൾ ഓണാട്ടുകര ഒരു സംസ്കാരമുണ്ട്. ഇപ്പം ചെറ്റുകുളങ്ങര തേരോട്ടം, ചെറ്റുകുളങ്ങര പിന്നെ ഇത് വെച്ചുകെട്ടുകൾ, അതൊക്കെ കെട്ടുകാഴ്ചകൾ. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഒരു ഓണാട്ടുകരുടെ സംസ്കാരം. അപ്പോൾ അവിടെയുള്ള പാട്ടുകൾ, അതായത് നാടാണ്. ഓണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നാട്ടിലാണ് ഞാൻ ജനിച്ചത്. ഓണാട്ടുകര ഓണത്തിന് പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഓണം ശരിക്കും ആഘോഷിക്കപ്പെടുന്ന സ്ഥലമാണ്.
അപ്പോൾ അങ്ങനെ അത് ആ കാലഘട്ടം അതെല്ലാം നമ്മൾ ഈ തലപ്പന്ത് എന്നുള്ള കളി ശരിക്കും നമ്മുടെ ക്രിക്കറ്റാണ്. അതെ, ക്രിക്കറ്റിൻ്റെ ഒക്കെ ഒരു പ്രാകൃത ഭാവം. പ്രാകൃത ഭാവം. ക്രിക്കറ്റിന് ഒരു പ്രാകൃത ഭാവം. അതെ അതെ അതെ. അപ്പോൾ അതൊക്കെ കളിച്ച് അങ്ങനെ അതൊക്കെ നമ്മൾ ദുഃഖമൊക്കെ മറക്കുന്ന അങ്ങനെയാണ്. പിന്നെ എൻ്റെ ദുഃഖം കൂടുതലായിട്ടും സ്വാനുഭവമല്ല, അമ്മയുടെ ദുഃഖമാണ്. അമ്മയുടെ കണ്ണ് നിറഞ്ഞു കാണുമ്പോൾ എനിക്ക് ദുഃഖം വരും. ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, ഉച്ചയൂണിൻ്റെ ആ ഒരു പൈസ സ്വരുക്കൂട്ടി വെച്ച് കവിത, ഉച്ചയൂണിൻ്റെ ആ ഒരു പൈസ സ്വരുക്കൂട്ടി വെച്ചിട്ട് കവിത ഇറക്കിയ ഒരു താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് തന്നെയാണ് ആ ഒരു ആദ്യത്തെ കവിത പോലും സമർപ്പിച്ചത്. അതെ അതെ, അമ്മയ്ക്കാണ് എൻ്റെ ആദ്യ കവിതാമാരെ സമർപ്പിച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ സംഗീതവും കവിതയും ഒക്കെ അമ്മയിൽ നിന്ന് വന്നതാണ്. അമ്മ നല്ലപോലെ സംഗീതം പഠിച്ചിരുന്നു. അന്ന് ഞങ്ങളുടെയൊക്കെ തറവാടുകളിൽ എല്ലാ സ്ത്രീകളെയും ക്ലാസിക്കൽ സംഗീതം പഠിപ്പിക്കും. പക്ഷെ പുറത്ത് പാടാൻ പറ്റില്ല, ഭർത്താവിനെ പാടിക്കുകയും കുഞ്ഞുങ്ങളെ താരാട്ടാൻ അതിന് മാത്രമേ പറ്റൂ. പക്ഷെ പഠിപ്പിക്കും എല്ലാവരും. അമ്മ നല്ലപോലെ പഠിച്ചു. അമ്മയുടെ ചേച്ചിമാരേക്കാൾ കൂടുതൽ സംഗീതം പഠിച്ച അമ്മയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ രാഗങ്ങളെക്കുറിച്ചൊക്കെ സാമാന്യ വിവരമുണ്ട്. അപ്പോൾ അത് സംസാരത്തിലൊക്കെ അതിങ്ങനെ വരും. ഏതെങ്കിലും പാട്ട് കേട്ടാൽ ഇതിൻ്റെ രാഗമാണെന്നൊക്കെ അമ്മ പറയും. അപ്പോൾ അങ്ങനെ ആ ഒരു സംസ്കാരം കുട്ടിക്കാലത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അമ്മ ഞങ്ങളെ പലർക്കും പറഞ്ഞിട്ടുള്ളത്, അമ്മ ഞങ്ങളെ ഉറക്കാൻ പാടുന്ന അതുകൾ കഥകളി പദങ്ങളായിരുന്നു. അപ്പോൾ ആ ഒരു സാംസ്കാരിക പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ സാറിൻ്റെ മനസ്സിലുള്ള ഒരു സംഗീതത്തിൻ്റെ ഒരു താളം ഈ ഒരു അമ്മയിൽ നിന്ന് കിട്ടിയതാണല്ലോ. ഇപ്പോൾ MS വിശ്വനാഥൻ, അർജുന മാസ്റ്ററൊക്കെയും ആ ഒരു സാറിൻ്റെ ഒരു താളബോധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ മനസ്സിനെ ഏറ്റവും സ്വാധീനിക്കുന്നത് സോപാന സംഗീതമാണ്. സോപാന സംഗീതത്തെ അടിസ്ഥാനമാക്കിയാണ് കഥകളി പാട്ടുകൾ. അത് കർണാടക സംഗീത രാഗങ്ങൾ വരുന്നുണ്ടെങ്കിലും ആലാപന രീതി സോപാന സംഗീതത്തിൻ്റെയാണ്. മനസ്സിലായോ? അതായത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ സംഗീതത്തിന് രാഗമാണ് പ്രധാനം, താളമല്ല. ഈ സോപാന സംഗീതം കടന്നു വരാൻ ഏറ്റവും പ്രധാന കാരണം ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുടെ ഒരു സമ്പർക്കം തന്നെയാണോ? സോപാന സംഗീതത്തിൻ്റെ സമ്പർക്കത്തിന് പ്രധാന കാരണം ഞാൻ വളർന്നൊരു ക്ഷേത്ര സംസ്കാരത്തിലാണ്. ഈ ക്ഷേത്ര സംസ്കാരത്തെക്കുറിച്ച് പറയുന്ന രാഷ്ട്രീയമൊന്നുമില്ല. കാരണം ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 200 അടിയുള്ളൂ എൻ്റെ വീട്ടിലേക്ക്. അപ്പം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ടൈം ടേബിൾ അമ്മ തീരുമാനിക്കുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയ അവിടുത്തെ ആ ഒരു പള്ളിയോടത്ത് ആ ശങ്കരാചാര്യ ഞാൻ പറയാം, പള്ളി ഉണർത്തുന്ന സമയത്ത് എഴുന്നേൽക്കണം. അമ്പലത്തിൽ പണി ഉണർത്തുന്ന ശംഖനാഥം കേൾക്കുമ്പോൾ ഞങ്ങൾ എഴുന്നേറ്റില്ല, അമ്മ ഉണർത്തും, നല്ല തല്ലും കൊള്ളും. അതെ, ഉണർത്തിയിരിക്കും. 4 മുതൽ 6 വരെ പഠിക്കണം. 7 മണിക്ക് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് അമ്പലക്കുളത്തിൽ പോയി കുളിക്കണം. നമുക്ക് കുളമുണ്ട്, ക്ഷേത്രക്കുളത്തിൽ പോയി കുളിക്കണം. അവിടെ നിന്ന് കുളിച്ച് അതേ രീതിയിൽ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രദക്ഷിണം വെച്ച്, അതൊക്കെ നിയമങ്ങളുണ്ട്. 3 പ്രാവശ്യം പ്രദക്ഷിണം വെക്കണം. പ്രദക്ഷിണം വെച്ച് ചന്ദനവും വാങ്ങിയിട്ട് വെട്ടി വരണം. കാരണം ചന്ദനം കൊണ്ടുവന്നില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല. കാരണം ചന്ദനം കൊണ്ടുവന്നില്ലെങ്കിൽ അകത്ത് കയറിയില്ലെന്നർത്ഥം. തെളിവാണ്. അതെ, എൻ്റെ കൊച്ചേട്ടൻ അഡ്വക്കേറ്റ് PG, അദ്ദേഹം നല്ല ക്രിമിനൽ ലോയറായിരുന്നു, ഫേമസ്. അപ്പം അദ്ദേഹം വളരെ രസികനാണ്. അദ്ദേഹം എന്താ വെച്ചാൽ ഈ കുളി കഴിഞ്ഞിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ധൃതിയില്ലേ പുള്ളി, ഞാൻ അമ്പലത്തിലേക്ക് പോകുമ്പം പുള്ളി അമ്പലത്തിൽ തൊഴുതു വരുന്ന ഏതെങ്കിലും കൂട്ടാണെങ്കിൽ സ്വല്പം ചന്ദനം പിടിച്ച് നെറ്റി തൊട്ട് വരും. അമ്പത് കണ്ടുപിടിക്കും. അങ്ങനൊരു സംസ്കാരം. പിന്നെ ഈവനിങ് ദീപാരാധന തൊഴുതണം. അമ്പലത്തിൽ പോയി ദീപാരാധന തൊഴണം. അപ്പം ദീപാരാധന തൊഴുത് കഴിഞ്ഞാൽ എൻ്റെ ആ കാലഘട്ടത്തിൽ ദീപാരാധന തൊഴുത് കഴിഞ്ഞാൽ വായനശാലയിൽ പോയി അമ്മയ്ക്ക് വായിക്കാനുള്ള പുസ്തകം എടുക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ വായനശാലയ്ക്ക് പോകും. അതെ, ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വായനശാല, അവിടെ നിന്ന് അമ്മയ്ക്ക് വായിക്കാൻ പുസ്തകം എടുത്തുകൊണ്ട് വരും. ഈ കൂട്ടത്തിൽ വായനശാല ഞാൻ എല്ലാവർക്കും വായിക്കും, എനിക്കറിയാവുന്ന. അങ്ങനെ 19 വയസ്സ് മുതൽ വായന തുടങ്ങി. വായനയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അമ്മ തന്നെ. അമ്മയല്ല, അവിടെ ചെല്ലുമ്പോൾ അന്തരീക്ഷം. അമ്മയെ ലൈബ്രറി അയച്ചെന്നുള്ളതാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ വിരുത്തേത്ത് നാരായണപിള്ള എന്നൊരു ലൈബ്രറി ഉണ്ട്. അത് കേരളവർമ്മ വലിയ തമ്പൻ്റെ പേരുള്ള കേരളവർമ്മ മെമ്മോറിയൽ സെൻട്രൽ ലൈബ്രറിയാണ്. കൽപ്പറ്റ കേരളവർമ്മ വലിയ തമ്പൻ്റെ പേരിലുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സാഹിത്യത്തിൻ്റെ പിച്ച് തുടക്കം. അതിങ്ങനെ കൊച്ചു പുസ്തകങ്ങൾ വായിച്ച് ഓരോ എഴുത്തുകാരെ വായിച്ച് ഞാൻ ചെറുതായിട്ട് എഴുതാൻ തുടങ്ങി. 11 വയസ്സിൽ ആദ്യത്തെ കഥ എഴുതി, ചെറുകഥ 2. ഞാൻ ഒരിക്കലും
കവി മാത്രമായിരുന്നില്ല, ഞാൻ ഗദ്യവും പദ്യവും ഒരുമിച്ച് കൈകാര്യം ചെയ്തതാണ് ഉടനീളം. ഉടനീളം അതെ. ഇപ്പം ഞാൻ 3000 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, 85 തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. തിരക്കഥയിൽ എഴുതിയിട്ടുണ്ട്. അതെ അതെ. അങ്ങനെ വേറൊരു ഗാനരചന മലയാളത്തിലില്ല. ഇല്ല ഇല്ല ഇല്ല. അല്ല, മലയാളത്തിൻ്റെ ഏതെങ്കിലും എഴുതണമെന്ന് സംശയമാണ്. കാരണം 3000 പാട്ട് എഴുതി കൂട്ടി, കാരണം ഗദ്യവും പദ്യം ഞാൻ ഒരുമിച്ച് എഴുതും. ഒരുപോലെ ഗദ്യം എഴുതുന്നു, പദ്യം എഴുതുന്നു. അപ്പം എൻ്റെ 12 കവിതാ സമാഹാരങ്ങളുണ്ട്, 4 നോവലുകളുണ്ട്, ശ്രീകുമാരൻ്റെ ചെറുകഥകളുടെ ബൃഹത് ചെറുകഥാ സമാഹാരമുണ്ട്, ഒരു നാടകമുണ്ട്. അപ്പോൾ ഈ അനേകമതി ഉപന്യാസ പുസ്തകങ്ങളുണ്ട്, പി ഭാസ്കരൻ്റെ കാവ്യമുദ്രകൾ, ഹൃദയരാഗങ്ങൾ, അങ്ങനെ വളരെയധികം പുസ്തകങ്ങൾ, ലേഖനങ്ങളുണ്ട്, പഠനങ്ങൾ. അപ്പം അങ്ങനെ ഒരു കവിതയിൽ മാത്രം നിന്ന ഒരാളല്ല ഞാൻ. അതെ അതെ. ഇപ്പം ആത്മകഥ എഴുതി, അതെ, ആത്മകഥ നല്ലതുപോലെ വിറ്റു. അതെ അതെ. അതൊരു 2 കൊല്ലത്തെ 6 പതിപ്പായി. 1200 രൂപ വിലയുള്ള പുസ്തകം 2 വർഷം 6 പതിപ്പായി. 200-250 രൂപ വിലയുള്ള പുസ്തകം നമുക്ക് അറിയാം. ഇത് 1200 രൂപ വിലയുള്ള പുസ്തകം. അതെ അതെ. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ എന്തുകൊണ്ടാണ്, അതിലൊക്കെ എൻ്റെ അനുഭവങ്ങൾ ഈ ചായം പുരട്ടാതെ വരച്ചിരിക്കുന്നു. കൃത്രിമമായ ചായങ്ങളില്ല. അതെ അതെ. ഈ തിരുവോണപ്പാട്ടുകൾ, അവിടെ പ്രണയവും അറിയാതെ കടന്നു വരുന്നുണ്ട് ഒരുപാട്. അതെ, പ്രണയമുണ്ട്. അപ്പോൾ എൻ്റെ ഓണപ്പാട്ടുകൾ കേട്ട് പല ആളുകൾ വിശ്വസിക്കുന്നത് ശ്രീകുമാരൻ തമ്പിക്ക് ഒരു മുറപ്പെണ്ണുണ്ടായിരുന്നു, അവളെ പ്രേമിച്ചു, അവൾ വേറെ കല്യാണം കഴിച്ചു പോയി, അതുകൊണ്ടാണ് തമ്പി സാറിൻ്റെ ഓണപ്പാട്ടുകൾക്ക് ദുഃഖം നിറഞ്ഞത്. അങ്ങനെയുള്ള അവസരങ്ങൾ പെട്ടുണ്ട്. അത് സത്യമല്ല. എനിക്കൊരു മുറപ്പെണ്ണുണ്ടായിരുന്നു. എൻ്റെ മുറപ്പെണ്ണുകളൊക്കെ എൻ്റെ അമ്മയും പറയാറുണ്ടായിരുന്നു. കാരണം എൻ്റെ അമ്മ നമ്മുടെ അമ്മമാരുടെ ഏറ്റവും ഇളയതായിരുന്നു. അപ്പം അമ്മയുടെ ബ്രദർ എന്ന് പറഞ്ഞാൽ അമ്മയുടെ വലിയ ഏട്ടന് വളരെ പ്രായമുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ മകൾ അമ്മയെക്കാട്ട് 4-5 വയസ്സ് വ്യത്യാസമുണ്ട്. മനസ്സിലായി. അപ്പം നമ്മുടെ അമ്മാവൻ്റെ മക്കളെന്ന് പറയുന്നത് എല്ലാം നമ്മുടെ കുഞ്ഞമ്മമാരാണ്, ചേച്ചുമാരല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ പ്രണയം ഉണ്ടായിരുന്നില്ല കുടുംബത്തിൽ. പക്ഷേ അനവധി ബന്ധങ്ങൾ എനിക്കറിയാമായിരുന്നു. അതെ. അപ്പോൾ എൻ്റെ രീതിയിൽ ഗാനരചനയിൽ നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കവി ഗാനരചന ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ പരകായ പ്രവേശമാണ്. അതെ അതെ അതെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഒരു വളക്കച്ചവടക്കാരൻ്റെ പാട്ട് എഴുതുമ്പോൾ ഞാൻ വളക്കച്ചവടക്കാരനായിട്ട് മാറണം, അവൻ്റെ നിലവാരത്തിലേക്ക് താഴണം. ആ സമയം ആ ഒരു കഥാപാത്രമായിരിക്കും അത് ഞാൻ അവൻ്റെ നിലവാരത്തിലേക്ക് ഞാൻ താഴണം. ഞാനൊരു ചിത്രകാരനായി വേണ്ടി പാട്ട് എഴുതുമ്പോൾ ഞാൻ ചിത്രകാരനായി മാറണം. അത് നമ്മൾ ആർക്ക് വേണ്ടി, ഏത് കഥാപാത്രത്തിന് വേണ്ടി പാട്ട് എഴുതുന്നോ അയാളായിട്ട് മാറണം നമ്മൾ. ആ പരകായ പ്രവേശം കൊണ്ട് മാത്രമേ. ഇത് അഭിനയത്തിൽ മാത്രമല്ല, എഴുത്തിലും വേണം ഈ പരകായ പ്രവേശം. അത് എല്ലാ പ്രയോഗങ്ങളിൽ പോലും. അത് അനവധി. ഇപ്പോൾ എഴുതാൻ വൈകിയ ചിത്രകഥയിലെ 7-ക്കുള്ളൊരു നായിക നീ എന്ന് പാടുമ്പോൾ എഴുതാൻ പിന്നെ എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണമെന്ന് എനിക്ക് എന്നെഴുതി. എന്തുകൊണ്ടാണ്? പാടുന്ന ആൾ ചിത്രകാരനാണ്. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ശരിയാണ്. നമ്മൾ പറഞ്ഞു കൊടുത്താലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ പാടുന്ന ആൾ ചിത്രകാരനായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്രയോഗിക്കുന്നത്. പക്ഷേ ചിത്രകല. അപ്പോൾ വളക്കച്ചവടക്കാരൻ പോകുമ്പോൾ ചാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ എഴുതും. ശരിയാണ്. ചാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ 4 വളയും വാങ്ങി നീ നടന്നപ്പോൾ അവിടെ ഹൃദയത്തിൽ ഇവിടെ പോയി, അവിടെ ഞാൻ വളക്കച്ചവടക്കാരനായിട്ട് മാറി. ആ ഒരു സ്ഥലത്തെ വളക്കച്ചവടക്കാരനായി. അതുപോലെ ഇപ്പോൾ തോണിക്കാരനാകുമ്പോൾ തോണിക്കാരനായിട്ട് എൻ്റെ പാട്ട് എഴുതുമ്പോൾ ഞാൻ തോണിക്കാരനായിട്ട് മാറും. അതിനകത്ത് കവിത വരും. എന്നിൽ കവികളുണ്ട്, കവിത വരും. നിറയും ഓർമ്മകൾ എൻ്റെ നെഞ്ചിൽ, പിടയും ഓളങ്ങൾ നിൻ്റെ നെഞ്ചിൽ, നിറയും ഓർമ്മകൾ എൻ്റെ നെഞ്ചിൽ, പിടയും ഓളങ്ങൾ നിൻ്റെ നെഞ്ചിൽ, നിനക്കും എനിക്കും ഉറക്കമില്ലല്ലോ, കായലേ കായലേ വൈക്കം കായലേ. തോണിക്കാരൻ്റെ പാട്ട്. അപ്പം അവിടെ തോണിക്കാരൻ്റെ സംസ്കാരം, ഞാൻ തോണിക്കാരനായിട്ട് മാറുകയാണ്. ആ സമയം അങ്ങനെ മാറുക. ശ്രീകുമാരൻ ഇല്ല, അവിടെ തോണിക്കാരനാണ്. അപ്പം അങ്ങനെ അതിപ്പോൾ ഓണപ്പാട്ട് എഴുതുമ്പോഴും ഒരു കാമുകനായിട്ട് മാറും ഞാൻ. അപ്പം ഞാൻ പ്രണയിച്ച ദുഃഖം എനിക്ക് വരും. ഒരു നുള്ളു കാക്കപ്പോ അത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്തവൻ കവിയല്ല.